ഹലോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ടോപ്പിക് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എന്റെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ആണ്ട് കുറിച്ച് പറഞ്ഞു, അതായത് ടോപ്പിക് പറഞ്ഞു. ആർക്ക് ലെങ്ത് ഏത് സിക്വൻസ് തീറ്റ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ടോപ്പിക് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ആംഗിളിന്റെ കുറച്ച് വാല്യൂസ് വയ്ക്കാം. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്യണമല്ല, ഇത് എല്ലാ ഭാഗത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. വൈകാട്ട് ചെയ്യേണ്ടത് 0 degree, 30 degree, 45 degree, 60 degree, 90 degree, 180 degree. അപ്പോൾ 0 ഡിഗ്രീനെ റേഡിയോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് 80 ഡിഗ്രിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 5/6. അടുത്തത് 5/4 ആയിരിക്കും. ഇത് 5/3, 5/2. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ടിരിക്കുകയാണെങ്കിൽ ആലോചിക്കുക. 80, 6, 60. ഓക്കെ, 45, 5/4. 180 4 ഡിവൈഡ് ചെയ്താൽ ഞാൻ 45 കിട്ടാം. കാരണം 5 = 180 ഡിഗ്രി. ദെൻ ഇനി നമുക്ക് വാല്യൂസ് 0 സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2, സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/2, സൈൻ 60 എന്ന് പറഞ്ഞാൽ 3/2, സൈൻ 90 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്യാം. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ഇനി നമുക്ക് അടുത്തത് കോസ്. സൈൻ്റെ വാല്യൂ ഉണ്ട് 90 തൊട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോസിന്റെ വാല്യൂ എന്തായിരിക്കും? സൈൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ, അതായിരിക്കും കോസ് 0. അങ്ങനെ ഇത് 3/2, 1/2, 1/2, 0. ഓക്കെ, സൈൻ എങ്ങനെ എഴുതി തിരിച്ചു കൊണ്ടുവരാം 90. പിന്നെ നമുക്ക് ഓൾറെഡി കോസ് ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സൈൻ ബൈ കോസ് ആണല്ല. അപ്പോൾ 0/1, 0, 1/2 ഡിവൈഡ് ബൈ √3/2. ഡിനോമിനേറ്ററിലെ √2 കട്ട് ആയി കഴിഞ്ഞാൽ 1/√3. അടുത്തത് 1/√2, 1/√2 അത് 1. അടുത്തത് √3/2, 1/√2 കട്ട് ആയി കഴിഞ്ഞാൽ √3 ഡിവൈഡ് ബൈ 1, അതായത് അടുത്തത് 1/0. 1/0 നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ല, അതായത് നോട്ട് ഡിഫൈൻ അല്ലെങ്കിൽ എന്ത് പറയാം, ഇൻഫിനിറ്റി എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഈ 180 പറയാതിരിക്കാൻ കാരണം വെച്ചാൽ 180 സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. സൈൻ 180 എന്ന് പറയുന്നത് 0, കോസ് 180 എന്ന് പറയുന്നത് -1. ഇത് 0 കാരണം ഡിവിഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുന്നത് -1, കോസ് 180 -1. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബൈ ഹാർട്ട് ചെയ്യാം. ഇനി അങ്ങോട്ട് നമുക്ക് പറയാൻ പോകുന്നത് കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്, അത് പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്യാം, ബൈ ഹാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പോയിന്റിന് ചുറ്റും നമുക്ക് 360 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഈ ഇതിനെ ഞാൻ ആ പോയിന്റിൽ 4 പോർഷനായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ 3 കട്ട് ചെയ്യുന്നത് അല്ലേ. ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ക്വാഡ്രന്റ് ഉദ്ദേശിക്കുന്നത് 4 ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു സപ്പോർട്ട്. ഇത് ഒരു ക്വാഡ്രന്റ്, ഇത് വേറെ ക്വാഡ്രന്റ്, ടോട്ടൽ എത്ര ക്വാഡ്രന്റ്? 4 ക്വാഡ്രന്റ്. അപ്പോൾ നമ്മൾ പൊതുവെ എക്സ് ആക്സിന് മെഷർ ചെയ്ത് ഇവിടെ അല്ലേ, പോസിറ്റീവ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് അങ്ങനെയല്ലേ കൊടുക്കാം. അപ്പോൾ ആ പോസിറ്റീവ് എക്സ് ആക്സിസും പോസിറ്റീവ് വൈ ആക്സിസും എന്നതിനാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഈ ആംഗിളിന്റെ മെഷർമെന്റ് നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പോസിറ്റീവ് എക്സ് ആക്സിസിന് മെഷർമെന്റ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പ്രൊട്ടാക്ട് വെച്ച് നോക്കി നോക്കി കഴിഞ്ഞാൽ 4 ആയിട്ട് കട്ട് ചെയ്യണം. ഇവരുടെ ലൈൻ വരുമ്പോൾ ഇത് എത്രയാണ് വരുന്നത്? 180 ഡിഗ്രി ഇല്ല, ഇവിടെ ഇങ്ങോട്ടുള്ള 180. സോ നമുക്ക് ഇത് 0, ഇത് 90 ഡിഗ്രി, ഇത് 180, ഇത് 270 ഡിഗ്രി, വീണ്ടും 360. ഓക്കെ അല്ലേ? 360, 5/2, 5, 3, 5/2, 2/5. ഓക്കെ, ഇതാണ് വാല്യൂസ് വരുന്നത്. ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഒരു ഏതെന്ന് പറയുന്നത്, നമ്മൾ സൈൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ടേബിൾ നോക്കിയപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ കൂടി വന്നിരിക്കുന്നത് അല്ലെ, 1 വരെ വരുന്നു അല്ലെ. അതേപോലെ തന്നെ കോസിന്റെ വാല്യൂ ഫസ്റ്റിൽ പോസിറ്റീവ് ആണ്, ടാന്റെ വാല്യൂ ഫസ്റ്റിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ സൈൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ളത് എന്താണ്? കൊസീക് അല്ലെ. കൊസീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/sin x. സീക് എക്സ് എന്ന് പറഞ്ഞാൽ 1/cos x. അതേപോലെ തന്നെ കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/tan x. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽസ് ഓൾറെഡി പോസിറ്റീവ് ആണ്, ഫസ്റ്റ് പറഞ്ഞില്ല. അപ്പോൾ ഓൾ ഇവിടെ എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണ്. ഇനി സെക്കൻഡ് ക്വാർട്ടറിലോട്ട് പോകുമ്പോൾ എന്താ പ്രത്യേകം എന്ന് വെച്ചാൽ സൈൻ്റെ വാല്യൂ നെഗറ്റീവ് കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഒരു വാല്യൂ പറയുമ്പോൾ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാവരും പോസിറ്റീവാണ്, സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവ് ആണ്, അതേപോലെ തന്നെ തേർഡ് ക്വാർട്ടറിൽ ടാൻ പോസിറ്റീവ് ആണ്, ഫോർത്ത് ക്വാർട്ടറിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്ക് പോസിറ്റീവ് ആയിരിക്കും, ഇതിന്റെ റെസിപ്രോക്കൽ ഫോർത്ത് പോസിറ്റീവ് ആയിരിക്കും, സെക്കൻഡ് തേർഡിൽ ഫോർത്തിൽ സീക്ക് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിന്റെ മീനിങ് എന്താണ്? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഓക്കെ, അതായത് ഇവിടെ സൈൻ പോസിറ്റീവ് ആണ്, സീക്കും പോസിറ്റീവ് ആണ്, ഇവിടെ ടാൻ പോസിറ്റീവ് ആണ്, ഫോർത്തും പോസിറ്റീവ് ആണ്, ഫോർത്ത് പോസിറ്റീവ് ആണ്, സീക്കും പോസിറ്റീവ്. ഇവിടെ എല്ലാ വാല്യൂസും പോസിറ്റീവ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യാം. ഓ, അപ്പോൾ നമുക്ക് വാല്യൂസ് എങ്ങനെ കാണാനുള്ളത് നോക്കാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം നോക്കട്ടെ. നമുക്ക് നമ്മളോടൊക്കെ ചോദിക്കാണ് സൈൻ 120 എന്ന് ചോദിക്കാൻ, 120 ഡിഗ്രി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സൈൻ 120 എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വാല്യൂ നമുക്ക് അറിയില്ല, നമ്മൾ ആ ടേബിളിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ മാത്രമാണ് ബൈ ഹാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈൻ 120 എന്ന് പറയുന്നത് എനിക്ക് എന്ത് കൊടുക്കാം? 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ 30ന്റെ വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഒരു വാല്യൂസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നത്. അത് ഞാൻ ഇതിനെ പഠിക്കുന്നതെന്ന് പറഞ്ഞത് കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൈനിന്റെ കൂടെ അല്ലെങ്കിൽ കോസിന്റെ കൂടെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഒരു വാല്യൂവിനെ 90ന്റെ കൂടെ ആഡിങ് വന്നു കഴിഞ്ഞാൽ 90 പ്ലസ് 90 പ്ലസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചാൽ അത് സെക്കൻഡ് ക്വാർട്ടറിലോട്ടായി മാറിയിട്ടുണ്ടാകും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? സൈനുള്ള വാല്യൂ ആണെങ്കിൽ അത് കോസ് ആയിട്ട് മാറും, കോസ് സൈൻ ആയിട്ട് മാറും. ഓക്കെ, ടാൻ ആണെന്നുണ്ടെങ്കിൽ അത് കോട്ടായിട്ട് മാറും, കോട്ട് ടാൻ ആയിട്ട് മാറും. സീക്ക് ആണെങ്കിൽ അത് കൊസീക്കായിട്ട് മാറും, കൊസീക്ക് ആണെങ്കിൽ അത് സീക്കായിട്ട്. അപ്പോ 90 സൈൻ 120 എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സൈൻ 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൈൻ 90 പ്ലസ് 30 എന്ന് എഴുതാം. ഓക്കെ, അതായത് ഇവിടെ 30. അപ്പൊ സൈൻ 90 പ്ലസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? സൈൻ എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് എഴുതാം? കോസ് എന്ന് എഴുതിയിട്ട് 30. ഓക്കെ, ഇതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സൈനിന്റെ വാല്യൂ നമുക്ക് കോസ് ആയിട്ട് നോക്കും. എപ്പോ 90 പ്ലസ് 1. അതേപോലെ തന്നെ 90 മൈനസ് ചെയ്താൽ കേട്ടോ. അപ്പോൾ 90 പ്ലസ് വന്നു കഴിഞ്ഞാലും മൈനസ് വന്നു കഴിഞ്ഞാലും എന്താണ്? നമ്മുടെ സൈനുള്ള വാല്യൂ കോസ് ആയിട്ട് നോക്കും. എന്നിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂ അറിയാലോ, അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സൈൻ 30 പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 30. ഇതായിരിക്കും സൈൻ 120 ആൻസർ. അപ്പോൾ നമ്മൾ ആ ടേബിൾ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ അതായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ക്വാഡ്രന്റ് നോക്കണം. ഇനി ആ ക്വാഡ്രന്റ് വെച്ചിട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മേ ബി ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സൈനിന്റെ ഒരു കൺവേർഷൻ കൂടെ നോക്കാം. അതായത് പോസിറ്റീവ് ആണ് നെഗറ്റീവ്, സൈൻ വ്യത്യാസം മാറിപ്പോയിട്ട് സൈൻ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയി ക്വാഡ്രന്റ് നോക്കണം. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത് 120 എന്ന് പറയുന്നത് 120 പറഞ്ഞാൽ 90 പ്ലസ് ഈ ക്വാഡ്രന്റ് ആണ്. ഈ ക്വാഡ്രന്റ് ഓൾറെഡി സൈന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. സോ സൈന്റെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പോസിറ്റീവ്. ഓക്കെ, സൈന്റെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പോസിറ്റീവ്. ഓക്കെ, അതുകൊണ്ട് പോസിറ്റീവ് കൊടുത്തേക്കാണ് ആൻസർ. ഓക്കെ, ഒരു കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഇനി കോട്ട് 150 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് കൊടുക്കാം? കോട്ട് 90 പ്ലസ് 60 ഡിഗ്രി എന്ന് കൊടുക്കാം അല്ലേ? സോ 90 വന്നു കഴിഞ്ഞാൽ എന്താ? 90 പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും നമ്മൾ എന്താ പറഞ്ഞത്? അതിനെ മാറ്റി എഴുതും അല്ലേ? സൈന് കോസാകും, കോസ് സൈൻ ആകും, ടാൻ കോട്ടാകും, കോട്ട് ടാൻ ആകും. ഇവിടെ എന്താകും? ടാൻ ആകും. 6 ആകും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഏത് ക്വാഡ്രന്റാണ് നോക്കാം. ഏത് ക്വാഡ്രന്റ് ആണ്? 90 പ്ലസ് എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാനിന്റെ വാല്യൂ കോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലെ നെഗറ്റീവ് ആണ്. കാരണം ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് അല്ല, തേർഡ് ക്വാഡ്രന്റിലാണ് ടാൻ പോസിറ്റീവ്. ഇനി ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ ക്വാഡ്രന്റിൽ നെഗറ്റീവ്. സോ നെഗറ്റീവ്. സോ നെഗറ്റീവ്. ടാൻ 60 എത്രയാണ് വരുന്നത്? ടാൻ 60 പറഞ്ഞു. ടാൻ 60 പറയുമ്പോൾ സൈൻ 60 ആണ്. ടാൻ 60 √3/2. കോസ് 1/2. അപ്പൊ അതിന്റെ രണ്ട് റെസിപ്രോക്കൽ √3 അല്ലേ? അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യാം കേട്ടോ. മൈനസ് 50. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? സൈനിന്റെ വാല്യൂ 90 പ്ലസ് സൈൻ എന്നല്ല 90 പ്ലസ് എക്സ് അല്ലെങ്കിൽ മൈനസ് എക്സ് അല്ലെങ്കിൽ തീറ്റ. അത് വന്നു കഴിഞ്ഞാൽ സൈൻ കോസ് ആകും, കോസ് സൈൻ ആകും. അങ്ങനെ. അപ്പൊ ഇതേപോലെ ഇനി 180 വരികയാണെങ്കിൽ നോട്ട് ചേഞ്ച്. 180 പ്ലസ് എക്സ് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നോട്ട് ചേഞ്ച്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞത് തന്നെ എനിക്ക് ഏത് രീതിക്ക് ചെയ്യാം? 150 എന്ന് പറയുന്നതിന് ഞാൻ വേറെ രീതിക്ക് ചെയ്യാൻ പോണേ. കോട്ട് 150 എന്ന് പറയുന്നത് എനിക്ക് കോട്ട് 180 മൈനസ് 30 എന്ന് കൊടുക്കുക. സോ കോട്ട് ആകും 180 ആകുമ്പോൾ നോ ചേഞ്ച്.
180 ആകുമ്പോൾ നോ ചേഞ്ച്. സോ പോർട്ട് 13 വരും. ഇനി ക്വാഡ്രന്റ് നോക്കാം. ക്വാഡ്രന്റ് ഓൾറെഡി സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അല്ലേ? ഈ 150 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അതാണ് നോക്കാം. 150 ഈ 180 മൈനസ് എന്ന് പറയുന്നത് ആ സംഭവം അത് ഏതാണ്? അതാണ് 13 അല്ല നോക്കാം. അത് ഏത് ക്വാഡ്രന്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഓർഡറിന്റെ വാല്യൂ നെഗറ്റീവ്. സോ നെഗറ്റീവ്. പോർട്ട് അയ്യോ ഓക്കെ പോർട്ട് 30. പോർട്ട് 30 എന്ന് പറയുന്നത് എന്താണ്? ടാൻ 30 എന്ന് പറയുന്നത് എന്തായിരുന്നു? ടാൻ 30 എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/√. ഇല്ല, അപ്പൊ പോർട്ട് എന്ന് പറയുമ്പോൾ √. ഓക്കെ അല്ലേ? സോ മൈനസ്. മനസ്സിലായി? ഏത് രീതിക്കും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? 90 പ്ലസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് തീറ്റ വന്നു കഴിഞ്ഞാൽ സൈൻ കോസ് ആകും, കോസ് സൈൻ ആകും, ടാൻ കോട്ട് ആകും, കോട്ട് ടാൻ ആകും, സീക്ക് കൊസീക്ക് ആകും, കൊസീക്ക് സീക്ക് ആകും. ഇനി 180ന്റെ ആഡിങ് വന്നു കഴിഞ്ഞാൽ നോ ചേഞ്ച്. അപ്പോൾ ഇനി ഇവിടെ 90ക്ക് മാത്രമല്ല ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 ആണ്. ശരിക്കും ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 പ്ലസോ ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സൈന് കോസ് ആകും, കോസ് സൈൻ ആകും, ടാൻ കോട്ടാകും, കോട്ട് ടാൻ ആകും, സീക്ക് കൊസീക്ക് ആകും, കൊസീക്ക് സീക്ക് ആകും. ഈവൻ മൾട്ടിപ്പിൾ ആണല്ലോ അല്ലെ? 180 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 90. അത് ഈവൻ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതും കാര്യമില്ല. അങ്ങനെ ആണെങ്കിൽ നോ ചേഞ്ച് ആണ്. ഓക്കെ. ഇനി 270 പ്ലസ് എന്ന് പറഞ്ഞിട്ട് വരികയാണ് നമ്മൾ ആൻസർ. അപ്പൊ അതായത് ഇപ്പൊ നമ്മളോട് കോസ് P30 ആണല്ലോ. അപ്പൊ എനിക്ക് എന്ത് കൊടുക്കാം? 270 പ്ലസ് 60 എന്ന് കൊടുക്കുക 330ക്കും. അപ്പോൾ 270 എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ അല്ലെ? 270 പറയുമ്പോൾ എന്താണ്? 90. ഓക്കെ, ആ രീതി വേണം ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും പ്രോബ്ലം നോക്കാം. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആട്ടോ. ഓക്കെ ഓക്കെ. പ്രോബ്ലത്തിന് മുന്നേ ആയിട്ട് ഒരു കൺസെപ്റ്റ് കൂടെ പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സാമ്പിൾ 6 അവിടെ നിൽക്കട്ടെ. അടുത്ത പ്രോബ്ലം ചെയ്യാം. സൈൻ 31π/5 ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 31π/3 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ 10π പ്ലസ് 5/3 ആണ്. സോ 10π. അപ്പോൾ ഇനിയിപ്പോ പൈയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയിലുള്ളത് റേഡിയനിലുള്ള വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡിഗ്രിയിൽ ചെയ്യാം. ഞാൻ ആദ്യം എന്തായാലും റേഡിയൻ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈൻ 10π എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? പൈ അല്ലേ? പൈ എന്ന് പറയുമ്പോൾ 180. 180ന്റെ ഈവൻ മൾട്ടിപ്പിൾ ആണല്ലോ ഓൾറെഡി. 90ന്റെ ഈവൻ മൾട്ടിപ്പിൾ ആണ് ഇവിടെ വരുന്നത്. പൈ വന്നു, 2π വരെ വരും, പിന്നെ 3π വരും, പിന്നെ 4π, അങ്ങനെ അങ്ങനെ പോയി 10π. അത് ഓൾറെഡി ഈവൻ മൾട്ടിപ്പിൾ ആണ്. സോ സൈൻ 5/2. ഈവൻ മൾട്ടിപ്പിൾ പറയുമ്പോൾ ഇത് ഏത് കുറഞ്ഞാണ്? അതായത് ഇവിടെ 5, 3π, 5π അങ്ങനെ വരിക. ഈ ഭാഗത്ത് ഇവിടെ 2π, 4π അങ്ങനെ 10π ഇവിടെ വരും. ഈ കുറഞ്ഞു. ഓക്കെ, ഈ കുറഞ്ഞ ഓൾറെഡി ഓൾ സ്റ്റുഡൻസ് ടേക്ക് ഓഫ്. അതെന്താണ്? ഈ ക്വാഡ്രന്റിൽ സൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ്, അല്ലാതെ പോസിറ്റീവ് ആണ്. സോ സൈൻ 5/3. സൈൻ 5/3 പറഞ്ഞാൽ എന്താണ്? സൈൻ 60. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3. ഓക്കെ, ആൻസർ √3. ഓക്കെ, അപ്പൊ ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഡൗട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം? 31π/3 എന്ന് പറയുന്നതിനെ എന്തായിട്ട് മാറ്റാം? ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. 180/5 എന്നിട്ട് മൾട്ടിപ്ലൈ കട്ടായി. സോ ലെങ്ത് ആയിട്ട് പോകുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ സ്റ്റെപ്പിന് ആലോചിച്ചാൽ മതി. 60 വരും. ആ വലിയ വാല്യൂ ആയിരിക്കും അത് ചെയ്യാം. ഓക്കെ, ആ രീതിക്ക് വേണേൽ ചെയ്യാം. ഇനി പൈലോട്ട് വാല്യൂ എഴുതുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഇതാണ് എന്ത് ചെയ്യും നമ്മൾ ചെയ്യുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഇതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് ഞാൻ ആ സൈൻ കൺവേർഷൻ പറഞ്ഞില്ലേ, അവിടെ നമ്മൾ ആൻഡ്രോയിഡ് വരുന്ന മുന്നേ ഒരു ടോപ്പിക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റ് പോലെ തന്നെ. അപ്പൊ അതൊന്ന് പറയാൻ പോകുന്നേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വാല്യൂ ഇവിടെ എക്സിന്റെ വാല്യൂ നമ്മളോട് പറയാണ് സൈൻ എക്സ് എന്ന് പറയുന്നത് 3/5 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറയാണ് കോസ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ടാൻ എക്സ് നമ്മൾ 10th പഠിക്കുന്നല്ലേ, ആ സംഭവം ചോദിച്ചു വിചാരിക്കാം. ഇപ്പൊ എന്താ വരിക? സൈൻ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3/5 പറഞ്ഞ് ഇത് 3 വരും, ഇത് 5 വരും. ഇത് എന്തായിരിക്കും? 5 കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ എന്ന് പറയുന്നത് 25ന്റെ സ്ക്വയർ 25 മൈനസ് 9 അല്ലേ? 16ന്റെ റൂട്ട് അതായത് 4 ആണ്. ഓക്കെ അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്നത് 5 കുറച്ച് വെച്ചിട്ട് നമുക്ക് 4 കിട്ടും. സോ നമുക്ക് എന്താ പറയാ? കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 4/5 ആണ്. ടാൻ എക്സ് എന്ന് പറയുന്നത് 3/5 ആണ്. നമ്മൾ 10th പഠിക്കുന്നത് അത് ശരിയാണ്. അപ്പൊ ഇത്രയും നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പൊ ഈ സംഭവത്തിൽ നമ്മളോട് പറയുകയാണെങ്കിൽ മൈനസ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് ബാക്കി ഫംഗ്ഷൻസ് കാണിക്കാൻ ചോദിക്കാൻ
അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ന് വെച്ചാൽ ക്വാഡ്രന്റിനെ നമ്മൾ കൺസെപ്റ്റ് പറയില്ലേ, ആ ഒരു സംഭവം യൂസ് ചെയ്യാം. അപ്പോൾ ഏത് ക്വാഡ്രന്റിലാണെന്നുള്ളത് കൂടെ അവർ പറയും. എന്നിട്ട് അവർ നിങ്ങളോട് പറയാം ഇത് തേർഡ് ക്വാഡ്രന്റാണ്, എന്നിട്ട് ക്വാഡ്രന്റിലാണ്, എന്നിട്ട് നിങ്ങളോട് നമുക്ക് ഫംഗ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ക്വാഡ്രന്റിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ എക്സ് എന്ന് പറയുന്നത് 4/5 അല്ലേ, സോറി 3/5 അല്ലെ, -3/5. അപ്പൊ തേർഡ് ക്വാഡ്രന്റിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അപ്പൊ എന്താണ്, സെക്കൻഡ് ക്വാഡ്രന്റിലും ഫസ്റ്റ് ക്വാഡ്രന്റിലും മാത്രമേ സൈൻ്റെ വാല്യൂ പോസിറ്റീവ് ഉള്ളൂ. ഈ രണ്ട് ക്വാഡ്രന്റിലും ഓൾറെഡി സൈൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞത് തേർഡ് ക്വാഡ്രന്റിൽ. തേർഡ് ക്വാഡ്രന്റിൽ ഏത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ ഇത് മാത്രം പോസിറ്റീവ്, ഇതിലും ഓൾറെഡി നെഗറ്റീവ്. ഓക്കെ, ഇത് പോസിറ്റീവ്. ഇതിന്റെ റെസിപ്രോക്കൽസ് ആണല്ലോ അടുത്തത് അല്ലേ, പോസിറ്റീവ്. കൊസീക്ക് എന്ന് പറയുമ്പോൾ -5/3, സീക്ക് എന്ന് പറയുമ്പോൾ -5/4, കോട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ അല്ലേ. ഇതാണ് ഒരു കൺസെപ്റ്റ് ഞാൻ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ വേറെ രീതിക്കും കൂടെ ചെയ്യാം. നമുക്ക് ഐഡന്റിറ്റി നമുക്കറിയാലോ, 10th പഠിക്കുന്നതാണ്. സയൻസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് സയൻസ് സ്ക്വയർ എക്സ് വന്നു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, കോസ് എക്സ് എന്ന് പറയുന്നത് +/- സയൻസ് സ്ക്വയർ എക്സ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഇങ്ങനെയാണ് ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നതിനെക്കാട്ടിലും ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന പാറ്റേൺ ആണ് ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ അത് പഠിക്കാനേ പറയുള്ളൂ. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഈ കൺസെപ്റ്റ് ആണ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്ന ടെക്സ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോബ്ലം ടെക്സ്റ്റ് വരുന്നുണ്ട്, അത് നോക്കാം. 6 എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് cos x = -3/5. x lies in the third quadrant. Find the value of other 5. അതായത് ടോട്ടൽ നമുക്ക് 6 മറ്റു ഫംഗ്ഷൻസ് അല്ലേ ഉള്ളത്, ബാക്കി 5 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. cos x = -3/5. cos x = -3/5 തേർഡ് ക്വാഡ്രന്റ് ആണ് പറഞ്ഞത്. സോ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അപ്പോൾ ഈ ക്വാഡ്രന്റിൽ കോട്ട് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ, ടാനും കോട്ടും മാത്രമേ നെഗറ്റീവ്, സോറി പോസിറ്റീവ് ഉള്ളൂ, ബാക്കി നെഗറ്റീവ്. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം, പോസിറ്റീവ് വാല്യൂ മാത്രം മാർക്ക് ചെയ്താൽ മതി. ഇതാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ കോസ് എന്ന് പറയുമ്പോൾ ക്ലോസ് അടുത്ത സൈഡ് 3, ഹൈപ്പറ്റനിയസ് 3/5. അപ്പോൾ ഈ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് √y² - p² √25 - എന്ന് പറയുമ്പോൾ 4. ഓക്കെ, സോ സൈൻ എക്സ് എന്ന് പറയുന്നത് 4/5, ടാൻ എക്സ് എന്ന് പറയുന്നത് 4/3, cosec x 5/4, sec x 5/3, cot x 3/4. ഇനി നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. അപ്പോൾ ഈ തേർഡ് ക്വാഡ്രന്റ് ആണല്ലോ പറയുന്നത്. തേർഡിൽ ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ളത് ബാക്കിയൊക്കെ നെഗറ്റീവ്. ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ തന്നെ നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. പോസിറ്റീവ് റെസിപ്രോക്കൽ ആണ്. സോ രണ്ട് പോസിറ്റീവ്. ഓക്കെ അല്ലേ, ഇതാണ് ഓക്കെ അല്ലേ. ഇപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം കേട്ടോ. cot x = -5/30. x lies in the second quadrant. Find the other value, other 5 different functions. cos and cot. cot x = -5/12. അപ്പോൾ ആദ്യം ട്രയാങ്കിൾ വരുന്നു, x ഉണ്ടാക്കുന്നു. cot എന്ന് പറയുമ്പോൾ adjacent by hypotenuse. ഓക്കെ, സോ cot വിധി അത് ഇത് 512 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ = 144 + 25. നീക്കുന്ന വാല്യൂ കേട്ടോ 13 എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. 16 ആണ്. അപ്പോൾ 13 അതിൻ്റെ രൂപ. ഓക്കെ അല്ല. സോ ഇനി നമുക്ക് വാല്യൂസ് സൈൻ വേണം. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോസീക് എക്സ്, സൈൻ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, ഓപ്പോസിറ്റ് ആണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് 12/30, 5/30, 12/5, 13/12, 13/5. ഇനി പോസിറ്റീവ് ആയിരിക്കും നോക്കാം. അപ്പോൾ ഇതിൽ ഒക്കെയാണ് ഏത് ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ല, വെസ്റ്റേൺ ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് മാത്രമേ കൊടുക്കുകയുള്ളൂ, ബാക്കി ബാക്കി 4 നെഗറ്റീവ്, സൈൻ പോസിറ്റീവ്. ഓക്കെ അല്ലേ. അപ്പോൾ ഓക്കെ, ബാക്കി പ്രോബ്ലം കേട്ടോ. താങ്ക് യു.